എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു പീജിയൻ അല്ലെങ്കിൽ പ്രാവ് ബ്രീഡറിനെയാണ് പരിചയപ്പെടുന്നത് നമ്മുടെ ചാനലിൽ കൂടി. ബാക്കി ഈ ഏത് ബ്രീഡാണെന്നും അങ്ങനത്തെ കാര്യങ്ങൾ വഴിയേ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫുള്ള് കാണുക വീഡിയോ. നല്ല ഒരു അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ള പ്രാവ് കാര്യങ്ങളായിരിക്കും ഇതിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക, അതോടെ തന്നെ ഷെയർ ചെയ്യുക. നമ്മൾ മാക്സിമം നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇനി വരുന്ന വീഡിയോസും അങ്ങനെ തന്നെയാണ്, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വീഡിയോസാണ് എല്ലാം വരുന്നത്. അപ്പോൾ നമുക്ക് ആളെ പരിചയപ്പെടാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് എല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞ ബ്രീഡർ, പേര് ശരത്ത് എന്നാണ്. ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ശരത്ത് പറയും, എന്താണ് ചെയ്യുന്നത്, ബാക്കി എന്തൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഫീച്ചും കാര്യങ്ങളുള്ളതെല്ലാം ശരത്ത് ഇപ്പോൾ പറയും നമ്മളോട്. നമസ്കാരം, എൻ്റെ പേര് ശരത്ത്. എൻ്റെ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിൽ മുനമ്പം എന്ന സ്ഥലത്താണ്. എൻ്റെ ലോഫ്റ്റിൻ്റെ പേര് KK ലോഫ്റ്റ് എന്നാണ്. ഞാനിവിടെ ഒരു 5 വർഷമായിട്ട് ഫാൻസി ബീജിയം ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് മുഗിയാണ് ചെയ്യുന്നത്. മുഗി കൂടാതെ ഹോമറുണ്ട്, ചൈനീസ് ഹോമറുണ്ട്. മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മുഗിയിലാണ്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം ലോഫ്റ്റ് കണ്ടിട്ട് അത് ബീജിയൻസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ശരത്തിനോട് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഫുള്ളായിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക, എല്ലാ സപ്പോർട്ട്സും തരിക, കമൻറ്റ് കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഇനിയുള്ള വീഡിയോസും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി ക്വാളിറ്റി വീഡിയോസ് ഇതിന് പുറകെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കണ്ടിട്ട് വാ. എന്താണ് ഈ മുഗി എന്ന് പറഞ്ഞ ബ്രീഡിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു റീസൺ? ഇപ്പോൾ കുറേ ബ്രീഡുകളുണ്ട്, ഇപ്പം പ്രാവളിൽ തന്നെ പല പല ബ്രീഡ്സ് ഉണ്ട്. അതിൽ മുഗി എന്ന് പറഞ്ഞ ഒരു ബ്രീഡിനെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താ? മുഗീനെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഒരു മുഗി ബ്രീഡറായിട്ടല്ല തുടങ്ങിയത്. ഞാൻ ആദ്യം ഒരു ഫാൻസി ബീജിയനിൽ ഫാൻഡെയിൽസ് ചെയ്തത്. നമുക്ക് ഏറ്റവും ആദ്യം ഒരു കൗതുകം തോന്നുന്ന ബേർഡ്സ് ഫാൻഡെയിൽസ് ആണ്. ഫാൻഡെയിലാണ് ഞാൻ ആദ്യം സെലക്ട് ചെയ്തത്. എന്നിട്ട് പിന്നെ അതുകൂടാതെ വേറെ ലാഹോറീസ് അങ്ങനെ ബ്രീഡുകൾ സെലക്ട് ചെയ്ത് അതിൻ്റെ ഒപ്പം തന്നെ ഒരു വേറെ മുഗിനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രത്യേക ഇഷ്ടം മുഗിനോട് തോന്നി. അതിൻ്റെ ഒരു ഹെഡിലെ മാർക്കിങ്ങും അതിൻ്റെ സ്റ്റാൻഡിങ്ങും അതിൻ്റെ ആ ഒരു ബോഡി പ്രൊഫൈലൊക്കെ എല്ലാം കൊണ്ടും ഒരു പ്രത്യേക ഇഷ്ടം മുഗിനോട് തോന്നി. അങ്ങനെയാണ് ഞാൻ മുഗിയിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുഗി മാത്രം മെയിൻ ബ്രീഡായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ മുഗി എന്ന് പറഞ്ഞ ബ്രീഡിനെ ഇപ്പോൾ ഒരു ഷോ പർപ്പസ് ആണല്ലോ. ഇപ്പോൾ ചിലപ്പോൾ എന്തായാലും ഷോ കാര്യങ്ങൾക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. ഓരോ ഡോഗ്സ് ആണെങ്കിൽ ഡോഗ്സിന് ഓരോ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇപ്പോൾ പീജിയൻ ആണെങ്കിൽ പീജിയന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും പ്രസന്റ് ചെയ്യണേന്. അപ്പോൾ മുഗി എന്ന് പറഞ്ഞ ബ്രീഡിന് നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് ചെയ്യാൻ പറ്റണം. എന്താണ് ഇപ്പോൾ ഒരു പുതിയൊരാൾ ഈ ഒരു ഫീൽഡിലേക്ക് വരികയാണ്. അപ്പോൾ മുഗി എന്ന് പറഞ്ഞൊരു പീജിയൻ അല്ലെങ്കിൽ പ്രാവിനെ അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അവരെന്തൊക്കെ നോക്കിയിട്ട് വേണം ഒരു പ്രാവിനെ സെലക്ട് ചെയ്യാൻ? മുഗി എന്ന് പറഞ്ഞ ബേർഡ് ശരിക്കും ഒരു മാർക്കിംഗ് ബേർഡാണ്. ഇതിന്റെ ഹെഡിലെ വൈറ്റ് ഒന്ന് എടുത്ത് കാണിക്കാവോ നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട്? മെയിനായിട്ടെന്ന് പറഞ്ഞാൽ മുഗി എന്ന് പറഞ്ഞൊരു മാർക്കിംഗ് ബേർഡാണ്. ഈ ഹെഡിലെ വൈറ്റ് ആണ് അതിൻ്റെ മാർക്കിംഗ്. ഈ മാർക്കിംഗ് വരേണ്ടത് ഇത് ഈ ചുണ്ടിൻ്റെ അറ്റത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ കണ്ണിൻ്റെ താഴെ കൂടി ഇങ്ങനെ കറങ്ങി തലയുടെ ബാക്കിൽ കൂടി ഇതേപോലെ കണ്ണിൻ്റെ ബാക്കിൽ അടിയിൽ കൂടെ തന്നെ വന്ന് ചുണ്ടിലേക്ക് തന്നെ അവസാനിക്കുന്നത്. ഈ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് ഈ വൈറ്റ് വരണം. അതാണ് ഇതിൻ്റെ മാർക്കിംഗ് എന്ന് പറയുന്നത്. മാർക്കിംഗ് ഓക്കെ. മുഗി എന്ന് പറഞ്ഞാൽ ഈ ബേർഡ് ശരിക്കും ഒരു മാർക്കിംഗ് ബേർഡാണ്. ഈ മാർക്കിംഗ് ലേശം താഴേക്കോ അതോ മുകളിലേക്കോ വന്നു കഴിഞ്ഞാൽ അത് മാർക്കൗട്ടാണ്. മാർക്കൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഷോയിലൊക്കെ വരുന്ന സമയത്ത് അതൊരു മൈനസ് മാർക്കായിട്ട് വീഴും.
എന്ന് പറഞ്ഞ മാർക്കിംഗ് ബേർഡാണ്. ഈ ഒരു മാർക്കിംഗ് പക്കയായിട്ടിരിക്കണം. ബാക്കിയുള്ള ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഇതിന്റെ പോയിന്റ് ക്രസ്റ്റ് ആയിരിക്കണം. ഇതേപോലെ ശരിക്കും പോയിന്റ് ആയിട്ട് വരണം. അതെ, ഹെഡില് ഈ ക്രസ്റ്റ് പോയിന്റ് ആയിട്ട് സ്പ്രെഡ് ആയിട്ട് വരരുത്, വൈഡ് ആയിട്ടൊന്നും വരാൻ പാടില്ല. ഇതേപോലെ കറക്റ്റ് പോയിന്റ് ആയിട്ട് വരണം. പിന്നെ നമ്മളുടെ നാട്ടില് ഇപ്പോൾ ഇത് ബേർഡിന് വൈറ്റ് ഫെദർ ഉണ്ട്. ഈ അറ്റത്ത് ഫ്ലൈങ് ഫെദേഴ്സ് എന്ന് പറയും. ഫ്ലൈങ് ഫെദേഴ്സിൽ ഒന്ന് വൈറ്റ് ഫെദറാണ്. അങ്ങനെ വൈറ്റ് ഫെദർ ഉള്ള കാറ്റഗറിയും നോൺ വൈറ്റ് ഫെദർ ഉള്ള കാറ്റഗറിയും 2 ടൈപ്പ് ഉണ്ട് ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടി. അങ്ങനെ 2 കാറ്റഗറിയിലാണ് ഷോയിൽ വരുന്നത്. ഇപ്പം മുഗി ബ്രീഡിൽ തന്നെ കളേഴ്സിന്റെ വേരിയേഷൻ ഉണ്ട്. ഇപ്പോൾ പല ടൈപ്പ് കളേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊന്ന് എന്താണെന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ? ഇപ്പോൾ അതിലിപ്പോൾ കൂടുതലായിട്ട് ഒരു കൂടുതൽ ഇപ്പോഴത്തെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന കളേഴ്സ് കാര്യങ്ങൾ ഏതാണ്? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ? കളേഴ്സ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് ബേർഡിന്റെ ക്വാളിറ്റിയാണ്. ഇപ്പോൾ കളർ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതുപോലെ തന്നെ കളറിനേക്കാൾ ഒരു ക്വാളിറ്റിയാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. കണ്ടാൽ തന്നെ അറിയാം, പല കളറിലുള്ള ബേർഡ്സ് ഉണ്ട് നമ്മളുടെ അടുത്ത്. എനിക്കിഷ്ടപ്പെട്ട കളേഴ്സ് ഇതിനകത്ത് മുഖിൽ തന്നെ പല പല കളേഴ്സ് ഉണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കളർ മാത്രമേ ഇവിടെ ഹോൾഡ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ആ കളേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ? ഇതൊരു പേരാണ്. ഇതിനകത്ത് ഈ ബ്ലൂ ബാർ മെയിൽ ബേർഡ്. ഈ മരത്തിൽ നിൽക്കുന്നത് അതിന് ഫീമെയിലാണ്. അതിൻ്റെ കളറ് ഡൺ കാക്കി എന്നൊക്കെ പറയും. ഇവരുടെ ഇപ്പോൾ ഫസ്റ്റ് ബ്രീഡിംഗ് ആണ്. ഇപ്പോൾ എഗ് ചെയ്തിട്ടുള്ളൂ. നല്ല ഭംഗിയുള്ള കളറാണല്ലേ ശരിക്കും? അതെ അതെ. ഈ ഡാർക്ക് ആയാലും നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. രണ്ടായാലും നല്ല പേരാണ്. അതെ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മാക്സിമം ബേർഡ്സ് ഒക്കെ നല്ല ക്യൂട്ട് ബേർഡ്സ് ആയിരിക്കും. നല്ല നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ഇഷ്ടപ്പെടുന്നതായിരിക്കും. ശരത്തെ, ഈ കളർ ഏതാണ്? ഈ ഒരു ബേർഡ് നല്ല ക്യൂട്ടാണ്. ഈ ബേർഡ് അത് മെയിൽ ബേർഡാണ്. ഈ പേരിൽ അത് സ്പ്രെഡ് ഓപ്പൽ എന്ന് പറയും ഈ കളറിന്. അതിൻ്റെ ഫീമെയിൽ ബേർഡ് ഒരു ബ്ലാക്ക് ആണ്. ഈ ഇപ്പുറം നിൽക്കുന്നതിനല്ലേ? അതെ. നല്ല ക്യൂട്ടാണ്. രണ്ടും നല്ല പേര്. ഇപ്പൊ ഇതിന്റെ ഇതാണ് എഗ് ചെയ്തിരിക്കണെന്നുള്ളേ? ഇപ്പൊ ഒരു കുട്ടിയായിട്ടുണ്ട്, ചൈൽഡ് ആയിട്ടുണ്ട് അല്ലേ? ശരി. അപ്പോൾ നല്ലൊരു കളർ കോമ്പിനേഷൻ തന്നെ ആയിരിക്കും മിക്കവാറും വരുന്നതെന്ന് പ്രതീക്ഷിക്കണം നമ്മൾ. അതെ അതെ. ഇതിനിപ്പോൾ ഇതേപോലെ മെയിലിനെ ഫീമെയിലിനെ പോലത്തെ കളറാണ് കുട്ടികൾ ഇറങ്ങുന്നത്. ഒരു സ്പ്രെഡ് ഓപ്പലും ഒരു ബ്ലാക്കും. പക്ഷേ ഈ സമയത്ത് ഒരു കുട്ടിയെ വിരിഞ്ഞിട്ടുള്ളൂ അല്ലേ? അപ്പോൾ നമുക്കിത് കഴിഞ്ഞിട്ട് ചിക്കനെയൊക്കെ കാണിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കണം. ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോയിലൊക്കെ നല്ലൊരു കോമ്പിനേഷൻ അല്ലെങ്കിൽ നല്ലൊരു മാർക്കിങ് കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അതിനെ നമുക്ക് അല്ലേ എല്ലാവർക്കും വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കാമല്ലോ. ഉറപ്പായിട്ടും കാണിക്കും. ശരത്തെ, ഇവരെ ഒന്ന് പരിചയപ്പെടുത്തി തരുമോ? ഇത് നമ്മുടെ ലോഫ്റ്റിലെ ഏറ്റവും യങ് ബേർഡ്സ് ആണ്. ഇതിനകത്ത് ബ്ലൂ ബാർ മെയിലും ബ്ലൂ ചെക്കർ ഫീമെയിലും. ബ്ലൂ ചെക്കർ എന്ന് പറയുന്നത് ഇപ്പുറത്താണോ? ബ്ലാക്ക് കൂടിയതാണ്. ഓക്കെ. അതാ ഒരു പാറ്റേൺ പറയുന്നത്. ഇതിന് ആ ചിറകില് ആ ഒരു ലൈൻ വന്നിട്ടുണ്ടോ? ഓക്കെ, അതാണ് ബാർ പാറ്റേൺ. ബ്ലൂ ബാർ ബ്ലൂ ചെക്കർ. ശരത്തെ, ഈ ഒരു കളർ ഏതാണ്? ഇത് എഗ് ചെയ്തിരിക്കണല്ലേ? അതെ അതെ. ഇത് എന്ത് കളറാണ് ശരിക്കും? ഇത് ഇൻഡിഗോ ബാർ എന്ന് പറയും. നേരത്തെ നമ്മൾ ബ്ലൂ ബാർ കണ്ടില്ലേ? ആ ബാർ പാറ്റേണിൽ തന്നെ ഇതിനകത്ത് വേറൊരു കളറാണ് വന്നേക്കുന്നത്. കളർ വ്യത്യാസം കണ്ടോ? കളർ ചേഞ്ച് ഉണ്ട്. അതെ അതെ. ഇതിന് ഇൻഡിഗോ ബാർ എന്നാ പറയുന്നത് അല്ലേ? നല്ല ക്യൂട്ടായിട്ടുള്ളതാണ്. അതെ. ഇതിന്റെ മാർക്കിംഗ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ? മാർക്കിംഗ് അടിപൊളിയായിട്ട് ചെയ്താണ് അല്ലേ? ഇത് ഈ കളറിനൊന്ന് പരിചയപ്പെടുത്തും ശരത്തെ. ഇത് മുഖിയിൽ തന്നെ ബ്ലാക്ക് കളറാണ്. ഇത് ഇതിന്റെ ചിക്കാണോ? അതെ അതെ. ഈ പെയറിന്റെ ചിക്കാണല്ലേ? അടുത്ത എഗ് ചെയ്തിട്ടുണ്ടല്ലേ? ശരി. ഇപ്പോഴും ഇപ്പൊ ഫുഡ് കാര്യങ്ങളൊക്കെ ഇവർ തന്നെയാണ് നോക്കുന്നത്? പാരന്റ്സ് തന്നെയാണ് ഫീഡ് ചെയ്യുന്നത് അല്ലേ? ഇതാണ് അതിന്റെ മെയിൽ ബേർഡ് അല്ലേ? നല്ല ബ്യൂട്ടി ആയിട്ട് നിൽക്കുന്നുണ്ട്. അതെ.
ഈ ഒരു പോസ്റ്ററിൽ നിൽക്കണോ അല്ലേ? അതെ അതെ. ഷോയിലൊക്കെ നോക്കാൻ നേരത്ത് ഈ മുഖിയുടെ ഒരു സ്റ്റാൻഡിങ് പൊസിഷനാണ്, അത് ഇങ്ങനെ ഇരിക്കണം. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ ഈ കണ്ണും കാലും ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനിലേക്ക് വരണം. കണ്ണിൻ്റെ പൊസിഷനും ഈ കാലിൻ്റെ പൊസിഷനും ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ എങ്ങനെ ഉണ്ടാവും, അത് ആ ഒരു രീതിയിലേക്ക് വരണം അല്ലേ? ഇതൊരു ഇൻഡിഗോ ബാർ ഫീമെയിലാണ്. ഈ ബേർഡിനാണ് ജനുവരിയിൽ നടന്ന മലപ്പുറത്ത് NPA ഷോയിൽ US എന്നുള്ളൊരു ജഡ്ജായിരുന്നു, കെൻ നൈസ്ലി എന്ന് പറഞ്ഞിട്ട്. ആ ജഡ്ജ് ചെയ്തതിൽ നമുക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയ ബേർഡാണ്. അതായത് നോൺ വൈറ്റ് ഫെദറിൽ ഫീമെയിൽ കാറ്റഗറിയിൽ പാറ്റേൺ ക്ലാസ്സിൽ എന്ന് പറഞ്ഞ ആ ഡിവിഷനിൽ ഫീമെയിലിന് സെക്കൻഡ് പ്രൈസ് കിട്ടിയത്. നമുക്ക് ആ വൈറ്റ് ലാസ്റ്റ് ഫെദറിൽ വൈറ്റ് ഉണ്ടാവില്ല, വൈറ്റ് ഇല്ലാത്ത ആ ഒരു കാറ്റഗറി അങ്ങനെ ഡിവിഷൻ കുറേ ഉണ്ട്. അതെ, ഡിവിഷൻ കുറേ ഉണ്ട്. അപ്പൊ ഈ ഒരു ഡിവിഷനിൽ സെക്കൻഡ് പ്രൈസ് നമുക്ക് കിട്ടിയല്ലേ? അതെ അതെ. അതായത് നോൺ വൈറ്റ് ഫെദർ കാറ്റഗറിയിൽ ഫീമെയിലില് പാറ്റേൺ ക്ലാസ്സിൽ പല പല പാറ്റേൺസ് ഉണ്ട്, ബാർ, ചെക്കർ, അങ്ങനെ ഒരു പാറ്റേൺസ്. അതിനകത്ത് ബാർ പാറ്റേണിൽ സെക്കൻഡ് പ്രൈസ്. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്, നല്ല കാര്യങ്ങളാണ്. അതെ അതെ, നല്ല ക്യൂട്ടായിട്ടുള്ള ബേർഡാണ്. ക്യൂട്ടായിട്ടുള്ള. ഇതിന്റെ ചിക്സ് കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ? ആ, ചിക്സ് ഇറങ്ങിയിട്ടുണ്ടല്ലേ? നമ്മുടെ ഇതിന്റെ ചിക്സ് ഉണ്ടോ? ആ, ചിക്സ് ഇവിടെ ഉണ്ട്, കാണിക്കാൻ പറ്റുമോ? ശരി, നമുക്കിപ്പോ ഈ വീഡിയോ കാണാൻ എല്ലാവരും, കാരണം വെച്ചാൽ കുറെ ചിക്സിനെ ശരത്ത് സെല് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നമ്പേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആവശ്യമുള്ളവരെല്ലാവരും വിളിച്ച് ബാക്കി ഡീറ്റെയിൽ ഒക്കെ ചോദിക്കുക. ഈ ബ്രീഡിനെ കുറിച്ച് കാര്യങ്ങളെല്ലാം ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ശരത്ത് പറഞ്ഞു തരും. അപ്പോൾ എപ്പോഴെങ്കിലും വിളിക്കാമല്ലോ ശരത്തെ? നമുക്ക് വിളിക്കാം. നേരത്തെ നമുക്ക് പ്രൈസ് കിട്ടിയ ബേർഡിനെ കണ്ടില്ലേ? കിട്ടിയത്. അതെ, അതിന്റെ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയൊരു കുട്ടിയാണിത്. ആണല്ലേ? ബ്ലൂ ബാറാണ് അതിൽ നിന്ന് ഇറങ്ങിയതല്ലേ? അതിന്റെ പാരന്റ് നേരത്തെ പ്രൈസ് കിട്ടിയ ഫീമെയിലും ഇൻഡിഗോ ബാർ ഫീമെയിലും ഇൻഡിഗോ ബാർ മെയിലും, നേരത്തെ കണ്ട ഇൻഡിഗോ ബാർ മെയിലും കൂടി പെയർ ചെയ്തിട്ട് ഇറങ്ങിയതാണ് ഈ കുട്ടി, ബ്ലൂ ബാർ. അല്ല, ഇനി വരാൻ പോണ ഫ്യൂച്ചർ ബേർഡാണല്ലേ? ഫ്യൂച്ചർ ബ്രീഡിങ്ങിലേക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു ബേർഡാണ്. ശരി, നമുക്ക് ഇതിനെ ഇനിയുള്ള കോമ്പറ്റീഷനിൽ കാര്യങ്ങളെല്ലാം പ്രസന്റ് ചെയ്യാൻ പറ്റും അല്ലേ? ശരി, അപ്പോൾ അടുത്തൊരു കോമ്പറ്റീഷനിൽ എന്തായാലും വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതും അതിന്റെ തന്നെ. അതെ അതെ, ആ ബ്ലൂ ബാറിന്റെ ഒപ്പം തന്നെ ഉള്ള ഒരു കുട്ടിയാണ്. ആ സെയിം ബാച്ച്മേറ്റ് ആണ്. ഇതിനൊരു ഡൈല്യൂട്ട് ടൺ ബാർ എന്നൊക്കെ പറയാവുന്ന ഒരു കളറാണ്. ഇവിടെ ഉള്ളതിൽ ഇത്തിരി വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു കളറാണ്. അതെ അതെ, രണ്ടും ഇൻഡിഗോ ബാറാണ് ഇതിന്റെ പാരന്റ്സ്. അതിൽ നിന്ന് ഇറങ്ങിയ ഒരു കുട്ടിയാണിത്. അപ്പോൾ നേരത്തെ കണ്ട ബ്ലൂ ബാറിന്റെ ഒപ്പം ഇറങ്ങിയ സെയിം ബാച്ച്മേറ്റ് ആണ്. ഇതൊക്കെ ഇവിടെ ഹോൾഡ് ചെയ്യുന്നതല്ലേ? സെല്ലിങ് കാര്യങ്ങളല്ല, ഇതിപ്പോ നമ്മൾ ഹോൾഡ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോ സെയിലിനുള്ള വേറെ ഉണ്ടെന്ന് തോന്നുന്നു. സെയിലിനുള്ളതുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് വീഡിയോ കാണിക്കാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവർ വിളിച്ചോളൂ. കാണിക്കാം. നല്ല ഭംഗിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു, അത് നമ്മളുടെ അടുത്ത് ഇതുവരെ ഇല്ലാത്തൊരു കളറാണ് ഇത്. അപ്പോൾ അത് നമ്മൾ ഹോൾഡ് ചെയ്യാന്ന് വിചാരിച്ചു. അല്ലേ? ശരത്ത്, ഈ ഒരു ബ്രീഡിനെ ഒന്ന് പരിചയപ്പെടുത്തരോ? എനിക്ക് തോന്നുന്നത് മുഖിയല്ല, വേറൊരു ബ്രീഡാണ്. അപ്പോൾ അതിൻ്റെ നല്ല ഭംഗിയുമുണ്ട് പക്ഷേ കാണാൻ. അപ്പോൾ അത് ഏതാണെന്നുള്ളതൊന്ന് പരിചയപ്പെടുത്തോ? ഇത് ഹോമർ എന്ന് പറയും ഈ ബ്രീഡിനെ. ഈ ഹോമറിൽ തന്നെ സ്റ്റെൻസിൽ എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ വാലിൻ്റെ സൈഡൊക്കെ നല്ലൊരു ഭംഗിയുണ്ട് ഇതിന്. അതെ അതെ, നല്ല നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു മാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണോ ഇതിനെ സ്റ്റെൻസിൽ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത്? അതെ അതെ, ഇതിന്റെ വാലിലും ചിറകിലുള്ള ആ ഒരു വൈറ്റ് കളറിലുള്ള അതൊന്ന് എടുത്ത് കാണിക്കാവോ? നമുക്ക് ഇപ്പോൾ ഒരു പിജൻ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റുമല്ലോ. ഇതിന്റെ ഒരു പോസ്റ്റർ ഇങ്ങനെ തന്നെയാണോ പ്രസന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ബ്രീഡിന്റെ? ഇതിന്റെ ഈ വാലിലും ചിറകിലും ഇങ്ങനെ ഒരു വൈറ്റ് ഇത് വന്നേക്കുന്നുണ്ടോ? ഇതിങ്ങനെ ശരിക്കും കയറി വരും. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ശരത്തെ. ശരിക്കും ഇങ്ങനെ വിടർത്തി കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു പ്രാവാണ് ശരിക്കും അല്ലേ സ്റ്റെൻസിൽ എന്ന് പറയണേ. സ്റ്റെൻസിലിന്റെ ഭംഗി ഇങ്ങനെ ചിറകും വാലും ഇങ്ങനെ വിടർത്തി വെക്കുമ്പോഴാണ് കൂടുതൽ നല്ല ഭംഗി വരുന്നത് അല്ലേ? ഇതിപ്പോ ഈ രണ്ട് കളർ അല്ലാണ്ട് നമ്മുടെ നോർമലി വേറെ കളേഴ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണോ? ബ്രൗണിലൊക്കെ ഉണ്ട്, പിന്നെ റെഡിലൊക്കെ സ്റ്റെൻസിൽ വരുന്നുണ്ട്. പക്ഷെ നമ്മളുടെ അടുത്ത് രണ്ട് കളറുള്ളൂ. അതെ, ശരിക്കും നല്ല ക്യൂട്ടാണോ അല്ലേ? ഇത് ഫീമെയിൽ ബേർഡാണ്. ഇത് ഫീമെയിൽ ആണ്. നേരത്തെ കാണിച്ചത് ബ്ലാക്ക്. അത് ബ്ലാക്ക് മെയിൽ ആണ് അല്ലേ? ഇതൊരു ഡൺ കളറിലാണ് സ്റ്റെൻസിലിംഗ് വന്നേക്കുന്നത്. മറ്റേത് ബ്ലാക്ക് കളറാണ്. ഇതിന്റെയൊക്കെ ചിക്സിനൊക്കെ ഇവിടെ നമ്മൾ സെയിൽ ചെയ്യാറുണ്ടോ? സെയിൽ ചെയ്യാറുണ്ട് അല്ലേ? ഈ കളർ ഒന്ന് പറയും. തോന്നുന്നു ബ്ലാക്ക് അല്ലാന്ന് തോന്നുന്നു ഈ കളർ. ഇത് ആൻഡലൂഷൻ എന്ന് പറയും ഈ കളറിന്. അത് കേജിലെ ലൈറ്റ് കുറവാണ്, ഞാൻ എടുത്ത് കാണിച്ചു തരാം കളർ.
ഈ കളറിൽ ക്യാമറയിൽ എത്രയും കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാണാൻ പറ്റുന്നില്ലേ കളറ്? കാണുന്നുണ്ട്. ബ്ലാക്ക് അല്ല, ഒരു വ്യത്യസ്ത ഉണ്ട് കളർ. ആൻഡലൂഷൻ തന്നെ. ഇത് മെയിൽ ബേർഡാണ്. ഇതിന്റെ ഫീമെയിൽ ബേർഡ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിന് കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള കളറാണ്. ഇത് കുറച്ച് ഡാർക്ക് ഷെയ്ഡിൽ വന്നേക്കുന്നു. ശരിക്കും നോർമലി നമ്മൾ അകത്തെ നോക്കിയാൽ ബ്ലാക്ക് ആയിട്ട് തോന്നുള്ളൂ. അതെ. ഇത് ആൻഡലൂഷൻ ഫീമെയിൽ. നേരത്തെ കണ്ടത് മെയിൽ ബേർഡ് ആയിരുന്നു. മെയിൽ ബേർഡ്. ഓക്കെ. ഇത് കുറച്ചുകൂടി ലൈറ്റ് ആണ്. അതെ. ഇത് ആ ആൻഡലൂഷനിൽ തന്നെ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ട് കളർ വന്നേക്കുന്നു. ശരി. ഇത് ഫ്ലൈങ് ഫെതേഴ്സിൽ വൈറ്റ് ഫെതർ വന്നിട്ടുണ്ട്. മെയിൽ ബേർഡ് നോൺ വൈറ്റ് ഫെതർ ആണ്. ഇതിന് ഫ്ലൈങ് ഫെതേഴ്സ് എന്നാ പറയുന്നത്. അതില് വൈറ്റ് ഫെതറും വരുന്ന കാറ്റഗറി ഉണ്ട്, നോൺ വൈറ്റ് ഫെതറിലും വരുന്നുണ്ട്. നമുക്ക് കോമ്പറ്റീഷൻ അങ്ങനെ സെപ്പറേഷൻ ഉണ്ടോ? അതെ. സെപ്പറേറ്റ് കാറ്റഗറിയാണ്. വൈറ്റ് ഫെതറും നോൺ വൈറ്റ് ഫെതറും സെപ്പറേറ്റ് കാറ്റഗറിയാണ്. ഒന്ന് പറയോ? ഇത് നമ്മളുടെ അടുത്ത് 5 വർഷമായിട്ടുള്ളൊരു ബേർഡാണ്. ഇതിന് ബ്രൗൺ സ്റ്റിപ്പർ എന്നാണ് പറയണത്. ഇതിന്റെ അതെ. ഇത് മെയിൽ ബേർഡാണ്. അതിന്റെ ഫീമെയിൽ ബേർഡ് ബ്ലൂ ചെക്കർ ഇപ്പുറം തന്നെ നിൽക്കുന്നുണ്ട്. അതെ. ഇപ്പൊ ഒരു കുട്ടിയായിട്ടിരിക്കുകയാണ്. ശരി. എനിക്ക് തോന്നുന്നത് മുഖി തന്നെയല്ലേ ഇത് ബ്രീഡായിട്ട് വരുന്നത്? അതെ, മുഖി തന്നെയാണ്. എനിക്ക് തോന്നുന്നത് പണ്ടത്തെ ഒരു ടൈപ്പ് ഉള്ള ഒരു ബേർഡാണെന്ന് തോന്നണം അല്ലേ? ഇത് കുറച്ച് പഴയ ബേർഡാണ്. ഇതൊരു 5 വർഷമായിട്ട് നമ്മുടെ അടുത്തുള്ളതാണ്. നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ഇത്രയും കളേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ആ ഒരു സ്ട്രൈപ്പർ ജീനിന്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് ആ കളർ ഏജ് ആവും തോറും കളർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? എന്താണ് ഈ ചിക്കാണോ ഇതെല്ലാം? ചെറുതാണ്, ഇപ്പൊ കണ്ടതിലെല്ലാം ചെറുതാണ്. ഇവരൊക്കെ ഇപ്പൊ ഒരു സെമി ഏജ് ആയിട്ട് നിൽക്കുകയാണ്. സെമി അഡൾട്ട് ഏജ് ആയിട്ട് നിൽക്കുക. ഇതൊക്കെ നമുക്ക് ഇവിടെ ഇറങ്ങിയ കുട്ടികളാണ്. ഇതൊക്കെ നമ്മളിവിടെ ഫ്യൂച്ചർ ബ്രീഡിങ്ങിലേക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ഹോൾഡ് ചെയ്തേക്കണേ. അതെ. ഇത് നല്ല ബ്ലാക്ക് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അതെ. നമ്മൾ നേരത്തെ കണ്ട ബ്ലാക്ക് ആ ഒരു പെയറിംഗിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇനി അടുത്ത ഷോയിൽ നമുക്ക് കാണാം ഇവരെയൊക്കെ. അതെ. എല്ലാ പെയറിന്നുള്ളതുണ്ടല്ലേ? അതെ. ഈ ബേർഡ്സ് എല്ലാം നമ്മളിപ്പോൾ ഇവിടെ ഹോൾഡ് ചെയ്തേക്കാണ്. അത്യാവശ്യം നല്ല രീതിയിലേക്ക് വന്നിട്ടുണ്ട് ബേർഡ്സ് അല്ലേ? ഇവരും 6 തന്നെയാണല്ലേ? അതെ. ഇതും അതേപോലെ തന്നെ ഒരു സെമി ഏജ് ആയിട്ട് നിൽക്കുക. ഇവരും നമ്മൾ ഹോൾഡ് ചെയ്ത് നിർത്തിയേക്കാണ്. ഫ്യൂച്ചർ ബ്രീഡിങ്ങിലേക്ക് ഇപ്പോൾ വരും ഷോയിലേക്ക് നമുക്ക് പങ്കെടുപ്പിക്കണമെന്നുണ്ട്. വൈറ്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്കൊന്നും കളർ കോമ്പിനേഷൻ. അത് ഓപ്പലാണ്. ആ കളർ സ്പ്രെഡ് ഓപ്പൽ എന്ന് പറയും. ഈ ബ്രീഡിനെ ഒന്ന് പരിചയപ്പെടുത്തരോ? ഇത് വേറൊരു ബ്രീഡല്ല എന്തായാലും. അതെ. ഇത് ചൈനീസ് ഓൾ എന്ന് പറയുന്ന ബ്രീഡാണ്. ഇതിനകത്ത് മെയിൽ ബേർഡ് മില്ലി ബാർ, ഫീമെയിൽ സിൽവർ ബാർ. ഈ ഫ്രണ്ടിൽ നിൽക്കുന്നത് മെയിൽ അല്ലേ? അതെ. അതിന് മില്ലി ബാർ എന്ന് പറയും. ഫീമെയിലിന്റെ കളർ സിൽവർ ബാർ. ഇതിപ്പോൾ ഫസ്റ്റ് പെയറിങ് ആവുന്നുള്ളൂ. ഫീമെയിൽ നമ്മളുടെ ഇവിടുത്തെ ബ്രീഡായ ബേർഡാണ്. ഇതിപ്പോൾ ഞാൻ മെയിൽ ബേർഡിനെ ഫ്രണ്ടിൻ്റെ ഒന്ന് ബ്രീഡ് ചെയ്യിക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. ശരി. അപ്പോൾ ഇവരുടെ ചിക്സ് അടുത്ത് തന്നെ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കണം അല്ലേ? പ്രതീക്ഷിക്കാം. നല്ല ക്വാളിറ്റി ഉണ്ട് എന്തായാലും കേട്ടോ. അതെ. നല്ല ക്യൂട്ടായിട്ടുള്ള ബേർഡ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ട് ബേർഡിനെ. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ വീഡിയോയിലും അത്യാവശ്യം കിട്ടുന്നുണ്ട്. എന്തായാലും എല്ലാവരും ഇവരെ കമൻസ് രേഖപ്പെടുത്തുക. എന്താണ് ഇതിനെക്കുറിച്ചിട്ട്, ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള കമൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും എല്ലാവരും പറയുക. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുക, മോശമാണെങ്കിൽ മോശമെന്ന് തന്നെ പറയുക. എന്താണ് ഇനി നമുക്ക് ചെയ്യാൻ പുതിയതായിട്ട് അല്ലെങ്കിൽ എന്തൊക്കെ ആഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ചിലപ്പോൾ ഒരു പോരായ്മ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇനി എന്താണ് എല്ലാവരും അഭിപ്രായങ്ങളും കാര്യങ്ങളും അനുസരിച്ചിട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. ഈ 2 ബേർഡ്സ് ഇപ്പോൾ നമുക്ക് സെയിലിനുള്ളതാണ്. ഒന്ന് ബ്ലൂ ബാറും ഒന്ന് ബ്ലൂ ചെക്കറും. ഇപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചു തന്ന ഒരു പെയറല്ലേ, ബ്ലൂ ബാർ മെയിലും ബ്ലൂ ചെക്കർ ഫീമെയിലും. ആ ഒരു പെയറിങ്ങിൽ നിന്ന് ഇറങ്ങിയ ഈ ലാസ്റ്റ് ബാച്ചിലെ കുട്ടികളാണ്. ഇതിൽ മിക്സ്ഡ് ആണ്, എല്ലാ ഇതും ഉണ്ടെന്ന് തോന്നണം അല്ലേ? അതെ. ഇതിനകത്ത് ഇപ്പോൾ ഹോമർ ഉണ്ട്, ചൈനീസ് ഹോളിൻ്റെ ഒരു കുട്ടിയുണ്ട്, മുഗിയുണ്ട്. അതിപ്പോൾ സിംഗിളായിട്ട് ഉള്ള ഫീമെയിൽസ് കുട്ടികൾ അങ്ങനെ ഉള്ളതൊക്കെ എല്ലാം കൂടി ഇട്ടുള്ള ഒരു കേജാണ്. ബ്രീഡിങ്ങിന് ഇപ്പൊ ഇനി പെയറാക്കണമെങ്കിൽ പെയറാക്കാൻ പറ്റണത്. അതെ. നമുക്കിത് സിംഗിളായിട്ട് മാറ്റിയിട്ടതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും എടുത്ത് ബ്രീഡ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ട് ബ്രീഡ് ചെയ്യിപ്പിച്ചാൽ മതി. അതെ. ഓക്കെ. അപ്പൊ ഇതിൽ ഈ കിടന്ന് തന്നെ പെയറാവോ ശരിക്കും? ഇതിനകത്ത് എല്ലാം ഫീമെയിലും കുട്ടികളുമാണ്. ശരി.
നോർമലി നമ്മൾ അങ്ങനെ മെയിൽസിനൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അങ്ങനെ പേരായി പോകാറുണ്ടോ? മെയിൽസിനെ കിട്ടു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തല്ലുകൊടുത്ത് പോകും. കൂടുതൽ മെയിൽസിന് അധികം കിട്ടും കഴിഞ്ഞാൽ ഫീമെയിൽസ് ആണ് കൂടുതലെങ്കിൽ വിഷയമില്ല. നല്ല ഇതൊക്കെ നല്ല നല്ല ബ്യൂട്ടി ഉണ്ട്. അതെ, പിന്നെ അതിനനുസരിച്ച് ഓരോ പേരനുസരിച്ച് നമുക്ക് കളർ കോമ്പിനേഷൻ അനുസരിച്ചിട്ട് മാറ്റിയാൽ മതി അല്ലേ? അതെ അതെ. പിന്നെ അത് 1-2 ബേർഡ്സ് കൊടുക്കാനുണ്ട്. ഏതൊക്കെയാണ് കൊടുക്കാനുള്ളത്? മുഗിയുടെ ബ്ലാക്ക്, ഈ ഒരു ബ്ലാക്ക് ഇപ്പൊ കാണുന്ന ബ്ലാക്ക് ആണോ? അതെ അതെ, അത് കൊടുക്കാനുണ്ട്. അത് പിന്നെ ആ ഒരു കോർണറിൽ നിൽക്കുന്ന ബ്ലാക്ക്, ഈ ബ്ലാക്ക് അല്ലേ? അതെ അതെ, അത് കൊടുക്കാനുണ്ട്. പിന്നെ ഇതേപോലെ ചൈനീസ് കൊണ്ട് ബ്ലൂ ചെക്കർ, അത് ഫീമെയിൽ ആണ്. ഫീമെയിൽ ഇതല്ലേ? അതെ, അത് കൊടുക്കാനുള്ളതാണ്. ഇത് ഹോമറിൽ തന്നെ ഷീൽഡ് ഹോമർ എന്ന് പറയും. ആ ഒരു ചിറകില് മാത്രമേ ആ ഒരു കളർ വരുള്ളൂ, ഫുൾ വൈറ്റ് ആയിരിക്കും. ഓ ശരി. അത് എന്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു ഗിഫ്റ്റ് ആയിട്ട് തന്ന വേട. നല്ല ഭംഗിയുണ്ട് അല്ലെങ്കിൽ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും കേട്ടോ. ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. നമുക്കിവിടെ ടോട്ടൽ എത്ര പീജിയൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ എത്ര പേഴ്സോ, ഇല്ലെങ്കിൽ എത്ര എണ്ണം ശരത്ത് ഇപ്പോൾ നോക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ കേജ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഫുഡ് കാര്യങ്ങൾ എന്താണ് ശരത്ത് കൊടുക്കുന്നത്? ഇപ്പോൾ ഓരോ ബ്രീഡേഴ്സും മിക്കവാറും ഓരോ രീതിയിലായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത് ഫുഡ്. ഇപ്പോൾ തീറ്റ തന്നെ ആയാലും പല രീതിയിലായിരിക്കും, അല്ലെങ്കിൽ പല ക്വാളിറ്റിയിലായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ശരത്ത് എന്താ കൊടുക്കുന്നത്? ഇപ്പോൾ നമുക്ക് പുതിയതായിട്ട് ഇപ്പോൾ ഇതിലേക്ക് വരുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവരെങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞുതരാമോ? നമ്മളുടെ അടുത്ത് ഇവിടെ ഇപ്പോൾ ഒരു ടോട്ടൽ ഒരു 40 ബേഡ്സ് ഉണ്ടാവും. എല്ലാം കൂടി ഒരു 40ഓളം ബേഡ്സ് ഉണ്ടാവും. അതിനകത്ത് ഇപ്പോൾ നമുക്കൊരു ഈ മെയിനായിട്ട് ഈ ഒരു 12 കള്ളി കേജിലാണ് നമ്മൾ ബ്രീഡിങ് ചെയ്യുന്നത്. ബ്രീഡിങ് അല്ലേ? അതെ അതെ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ചെയ്തേക്കണ ഇതിനകത്ത് ഒരു കേജ് 2 അടി വീതി, 1.5 അടി ഹൈറ്റ്, ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഫുഡ് ഫീഡിംഗ് ബോക്സ് കേജിന്റെ പുറത്താണ് വെച്ചേക്കുന്നത്. അതെ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഫുഡ് മിക്സഡ് ഫുഡാണ്. ഒരു 10-12ഓളം ധാന്യങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫുഡാണ്. അത് നമ്മള് മിക്സ് ഫുഡ് വാങ്ങിക്കാൻ കിട്ടും, അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. നമ്മളുടെ ഫ്രണ്ട് ചെയ്യുന്നുണ്ട്. ചേർത്ത് ഇതില് ഇപ്പോ വാട്ടറിന്റെ ഇത് പുറത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ കൂടി ലൈൻ ഇട്ടണം തോന്നുന്നു. അതെ, നമ്മളിപ്പോ ഇവിടെ ഓട്ടോമാറ്റിക് ഡ്രിങ്കർ സിസ്റ്റമാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതാകുമ്പോ ഈ ഒരു ബക്കറ്റിൽ ഫുൾ വെള്ളം നിറച്ചു കഴിഞ്ഞാൽ എല്ലാ കേജിലേക്കും ഓട്ടോമാറ്റിക്കലി എത്തും. ഓട്ടോമാറ്റിക്കലി വെള്ളം ചെന്നോളൂ. നമ്മള് എപ്പോഴും നിറച്ച് കൊടുക്കാൻ നിൽക്കണ്ട. ഈ ഒരു ഇതിലേക്ക് വെള്ളം നിറച്ചാൽ ഓട്ടോമാറ്റിക്കലി എല്ലാ കേജിലേക്കും ഓസ് വഴി ചെന്നോളൂ അല്ലേ? അതെ അതെ. ശരി. അപ്പൊ ഇതിനകത്ത് കേജിന്റെ ബാക്കിൽ പുറത്തായിട്ടാണ് നമ്മൾ കപ്പ് സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ. ഇവിടെ കാണുന്നുണ്ട്. ഇപ്പൊ എത്രത്തോളം എല്ലാവർക്കും കാണാൻ പറ്റുമെന്നുള്ള ഇവിടെ ഒരു പൈപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് പുറത്ത് വെച്ചേക്കാന്ന് വെച്ചാൽ ഈ ഇപ്പോൾ നമ്മൾ ബേഡ് അകത്താണ് നമ്മൾ കപ്പ് വെക്കുന്നുണ്ടെങ്കിൽ ബേഡ് അതിനകത്ത് മേളിൽ കയറി നിൽക്കാനും അതിലത്തേക്ക് കാഷ്ടിക്കാനൊക്കെ സാധ്യതയുണ്ട്. ബേഡ്സ് ഇപ്പോൾ കപ്പ് ബാക്കിൽ, അതായത് പുറത്താണ് നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത ഇല്ല. അപ്പൊ എപ്പോഴും പുറത്ത് വെക്കണതായിട്ടാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലതല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അത്യാവശ്യം നമ്മൾ എല്ലാ പീജിനെ കാണിക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് കുറച്ച് ശരത്ത് മാറ്റിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസ് കാര്യങ്ങളാവുമ്പോൾ അതും നമുക്ക് കാണിച്ചു തരാൻ പറ്റുമല്ലേ ശരത്തെ അടുത്ത വീഡിയോസിൽ? പിന്നെ കുറേ ചിക്സ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അതെല്ലാം ഇനി ഫ്യൂച്ചറിലേക്ക് ഷോ കാര്യങ്ങളായിട്ടും അല്ലെങ്കിൽ ബ്രീഡിങ് കാര്യങ്ങളായിട്ടും വരുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇനി എന്തായാലും ഉണ്ടാവും. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഇത് എല്ലാം ഒന്ന് അടിപൊളിയായി വരുന്നവരെ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ അടുത്ത വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ ശരത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി അടുത്ത ഷോയിൽ വിജയിച്ച് വരട്ടെ എന്നുള്ളൊരു ആശംസ കാര്യങ്ങളെല്ലാം നേർന്നുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്തുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ മെയിനായിട്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ ഡോഗ് ഷോയുടെ ഭാഗങ്ങളായിരുന്നു. അപ്പോൾ അതിൽ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, പക്ഷേ വ്യൂസ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് നമുക്ക്. അതിനെല്ലാവരോടും നമ്മൾ നന്ദി പറയുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പെറ്റ്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ, നല്ല അടിപൊളി വീഡിയോസ് ഇതിൻ്റെ ബാക്കിൽ തന്നെ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു.